ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെ കുരുമുളക് അഥവാ ബ്ലാക്ക് പെപ്പർ കൃഷി ചെയ്യാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോണിലും മറ്റും വിലപ്പെട്ട സമയം ചെലവഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി കൃഷി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരുടെ അറിവിലേക്കായി നമ്മൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതിലേക്കുള്ളൊരു പ്രചോദനമാവട്ടെ ഞങ്ങളുടെ വീഡിയോ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളിൽ തെറ്റു വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തരുത്. അപ്പോൾ ആദ്യമായിട്ട് മരത്തിന്റെ ഒരു സൈഡിൽ കാൽ ഭാഗത്തോളം കുഴി ഒഴിക്കണം. അപ്പൊ നമുക്ക് മരത്തിന്റെ അടുത്തായിട്ട് മണ്ണില് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുത്തി വെക്കാം. പിന്നെ കുത്തി വെക്കണ ഭാഗത്ത് ഇലകളൊന്നും പാടില്ല. അപ്പൊ ഞങ്ങളിത് മണ്ണിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കയറുകൊണ്ടോ അല്ലെങ്കിൽ വള്ളിയോണ്ടോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഓല എടുക്കണത് ഓല കൊണ്ടാണ് കെട്ടി കൊടുക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ട് ഞങ്ങൾക്ക് കെട്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് ഓല കൊണ്ടൊന്ന് കെട്ടി കൊടുക്കാം. താഴത്തും കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളിത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കെട്ടി വെച്ചിരിക്കുന്നത് മരത്തിന്റെ മുകളിൽ കൂടെ പടരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് മണ്ണിട്ട് മൂടാം. ഇപ്പൊ ഞങ്ങള് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്രസ് ചെയ്യാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതോടെ നമ്മുടെ കുരുമുളക് നടുന്ന രീതി അവസാനിച്ചു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലമാണെങ്കിൽ ഇതിന് ലേശം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ ഇതിന്റെ മണ്ണ് നീക്കി മുരട്ടിലാവാത്ത രീതിക്ക് വളം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു മാസം കഴിഞ്ഞാൽ ഇതിന്റെ ഇലകളെല്ലാം കിളിർത്ത് വലുതായി വരും. അപ്പോൾ നമ്മൾ ഇതിനെ നന്നായി പരിപാലിക്കണം. വളം ഇട്ട് കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടുക. പിന്നെ നന്നായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ 3 വർഷത്തിന്